മന്വന്തരാനുകഥ എന്ന് പറയുന്നതാണ് അഷ്ടമസ്കന്ധത്തിൻ്റെ ലക്ഷണം. 24 അധ്യായങ്ങളാണ്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം 14 മനുക്കൾ ഭരിക്കും എന്ന് പറയേണ്ടതുണ്ട്. അതിൽ സ്വയംഭുവ മനുവാണ് ആദ്യത്തെ മനു. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ സ്വയംഭുവ മനുവിൻ്റെ ചരിത്രം ചെറുതായിട്ടൊന്ന് പറഞ്ഞതാണ്. അതിങ്ങനെ ഒന്നും കൂടി സൂചിപ്പിച്ച് അവസാനം തപസ്സിന് പോകുന്നു, അങ്ങനെ മുക്തി കിട്ടുന്ന കാര്യം പറഞ്ഞ്. പിന്നെ രണ്ടാമത്തെ മനു, മൂന്നാമത്തെ മനു, നാലാമത്തെ മനു. ആ പേരും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും സപ്തർഷിമാരും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ പേരിങ്ങനെ സൂചിപ്പിച്ച് നാലാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ ഗജേന്ദ്രന് മുക്തി കൊടുത്തു, രക്ഷിച്ചു എന്ന് പറഞ്ഞ് ആദ്യത്തെ അധ്യായം തീരണം. രണ്ടാമത്തെ അധ്യായത്തിൽ അപ്പോൾ അതിന് വീണ്ടും ചോദിക്കുകയാണ്. പരീക്ഷത്ത് ചോദിക്കും എങ്ങനെയാണ് എന്താണ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ത്രികൂടപർവ്വതം, അങ്ങനെ ആ ഭാഗമൊക്കെ വളരെ ഗംഭീരമായി വിസ്തരിച്ച് പറയുന്നുണ്ട്. പ്രകൃതി ഭംഗിയൊക്കെ കുറേ ശ്ലോകങ്ങളിലൂടെ അവിടുത്തെ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും എല്ലാം വിസ്തരിച്ച് പറഞ്ഞാണ്. അങ്ങനെ എല്ലാം ഐശ്വര്യപൂർണമായി നിൽക്കുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ ഗജങ്ങളുടെ രാജാവായിട്ട് അതിശക്തനായ ഒരു ആനയുണ്ടായിരുന്നു. ആ ആനയെ പേടിച്ച് സിംഹങ്ങളും ആർക്കും എടുക്കാൻ പറ്റാത്ത അത്രയും ശക്തിയുള്ള ആളായിരുന്നു ആ ഗജം, ആന. അങ്ങനെ ആനക്കൂട്ടമായിട്ട് ഇങ്ങനെ വിഹരിക്കുന്ന സമയത്ത് ഒരു സമ്മർ ടൈമിൽ ദാഹം തോന്നിയിട്ട് അങ്ങനെ ഒരു സരസ് കണ്ടുപിടിച്ച് അവിടെ പോയി ദാഹം തീർക്കണം. ദാഹം തീർത്തത് മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ അതിലിറങ്ങി മറ്റ് കളിക്കാൻ തുടങ്ങി. ദാഹം തീർക്കാൻ വേണ്ടി മാത്രമല്ല അവിടെ പോയിരിക്കും. അതിലൊരു സൂചനയുണ്ട്, യഥാഗൃഹി എന്ന് പറയുന്നത്. ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണോ വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്നത് എന്നുള്ളൊരു സൂചന അവിടെയുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം റൗണ്ടിൽ നോക്കുള്ളൂ. യഥാഗൃഹി, അങ്ങനെ ചില സൂചനകൾ അവിടെ ഇവിടെയും ഭാഗവതത്തിലുണ്ട്. വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് പോയാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ വെള്ളം കുടിച്ചു വരികയായിരുന്നെങ്കിൽ അപകടമില്ല, അതിൽ കിടന്ന് തിമർത്ത് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു മുതല ഈ ഗജേന്ദ്രൻ്റെ കാലിൽ കയറി കടിച്ചു. കാലിലാണ് കടിക്കുന്നത്, കാലിൽ കയറി കടിച്ചു. അങ്ങനെ ആദ്യമൊക്കെ നിസ്സാരമാക്കി അതിനെയൊക്കെ ഒന്ന് തള്ളിക്കളയാൻ നോക്കി, പറ്റിയില്ല. അവസാനം ഈ മറ്റുള്ളവരൊക്കെ കയറിപ്പോയി, ഗജേന്ദ്രൻ മാത്രമായി. ഗജേന്ദ്രൻ്റെ എല്ലാ ശക്തിയും ക്ഷീണിച്ചു, എല്ലാം തളർന്നു, മരണം ഉറപ്പായി. അവസാനം 2 ശ്ലോകങ്ങൾ എഗെയിൻ, അതിനൊന്നും പറയാൻ വാക്കില്ല, അതൊക്കെ വായിച്ച് നോക്കണം. അങ്ങനെ ഭഗവാനെ ആശ്രയിക്കുന്ന 2 ശ്ലോകങ്ങൾ കൂടിയാണ് രണ്ടാമത്തെ അധ്യായം തീരുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ ശ്രീ ശുബ്രഹ്മർഷി പറയാണ്, ഈ ഒരു പൂർവജന്മ വാസന കൊണ്ടുണ്ടായ ആ ഒരു ഭാവം, ഭഗവാനെ ആശ്രയിക്കാനുണ്ടായ ഒരു ഭാവത്തോടുകൂടി ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ഗജേന്ദ്ര സ്തുതിയാണ് മൂന്നാമത്തെ അധ്യായം മുഴുവൻ. നിർഗുണ ബ്രഹ്മസ്തുതിയാണ്. ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല, ഭഗവാന്റെ ലക്ഷണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെ മുഴുവൻ അധ്യായം അതാണ്. അങ്ങനെ അവസാനം ആ സ്തുതി കഴിയുന്നതോടുകൂടി ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു, ഗരുഡൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുന്നു, ചക്രായുധം ഉപയോഗിക്കുന്നു. അങ്ങനെ ആ മുതലയുടെ കഴുത്തറുത്ത് ശിരസ്സറുത്ത് ഗജേന്ദ്രനെ രക്ഷിക്കുന്നതാണ് മൂന്നാമത്തെ അധ്യായം. നാലാമത്തെ അധ്യായത്തിൽ ആ ഒരു ഹൂഹൂർ ഗന്ധർവ സത്തമ എന്നാണ്, ഒരു ഗന്ധർവ രാജാവായിരുന്നു ആ മുതല. ഒരു ശാപം കിട്ടി വന്നതായിരുന്നു. അങ്ങനെ ആ ഗന്ധർവൻ അങ്ങനെ ദേവലോകത്തേക്ക് തിരിച്ചു പോയി ഭഗവാനെ സ്തുതിച്ചിട്ട് ഈ ഗജേന്ദ്രൻ ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിച്ച് അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് അവർ രണ്ടുപേരും കൂടി പോയി എന്നാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം, എന്തുകൊണ്ടാണ് ശാപം കിട്ടിയത് എന്ന് പറയാണ്. ഈ ഗജേന്ദ്രൻ മുൻപത്തെ ജന്മത്തിൽ
എന്നൊരു രാജാവായിരുന്നു. അദ്ദേഹം അങ്ങനെ കാട്ടിൽ തപസ് ചെയ്യുന്ന സമയത്ത്, മൗനവ്രതത്തിലിരിക്കുന്ന സമയത്ത് അഗസ്ത്യ മഹർഷി അങ്ങോട്ട് വരികയും മൗനവ്രതത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ അഗസ്ത്യ മഹർഷിയെ വേണ്ട രീതിയിൽ ഉപചരിച്ചില്ല. അദ്ദേഹം അങ്ങനെ തന്നെ ഇരുന്നു തോന്നുന്നു. അപ്പോൾ അഗസ്ത്യ മഹർഷിക്ക് ദേഷ്യം വന്ന് അങ്ങനെ ഗജേന്ദ്ര ഒരു ഗജമായി പോട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ ഗജേന്ദ്രസ്തുതിയുടെയും ഒക്കെ മാഹാത്മ്യം ഭഗവാൻ തന്നെ എടുത്ത് പറയുന്നതായിട്ടാണ് പറയുന്നത്. ഈ ഒരു അവിടുത്തെ പ്രകൃതിയും പിന്നെ ഗംഗാദേവിയും ഗായത്രി മന്ത്രവും ഗജേന്ദ്രനും ഈ സ്തുതിയും എന്നെയും സംഘർഷണമൂർത്തി അങ്ങനെ എല്ലാ മൂർത്തികളും അവരൊക്കെ ചിന്തിക്കുന്നവർക്ക് ഞാൻ മുക്തി കൊടുക്കുമെന്ന് ഭഗവാനെ കൊണ്ട് തന്നെ പറയുന്നുണ്ട്. അവിടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണ് 4ാമത്തെ അധ്യായം തീരണം. പിന്നെ വീണ്ടും മന്വന്തര കഥ തുടർന്നു കൊണ്ടുവരികയാണ്. 5ാമത്തെ മന്വന്തരം ഉണ്ടായെന്നും അവിടെ ആ സമയത്താണ് വൈകുണ്ഠം ഭഗവാൻ സൃഷ്ടിച്ചതെന്നും പിന്നെ 6ാമത്തെ മന്വന്തരം ഉണ്ടായി. അതിൽ ആ സമയത്ത് ഇങ്ങനെ പാലാഴി മദനം നടന്നു എന്ന് പറയുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അങ്ങനെ പാലാഴി മദനം കഥയിലേക്ക് കടക്കാൻ പോകണം. അങ്ങനെ ദേവന്മാർക്ക് ശാപം കിട്ടിയെന്നും ഇവരെല്ലാവരും കൂടി ബ്രഹ്മാവും എല്ലാവരും കൂടി ഭഗവാനെ സ്തുതിച്ചതാണ്. വൈകുണ്ഠ ഇവിടെ പാലാഴിയുടെ തീരത്ത് പോയിട്ട് ഭഗവാനെ സ്തുതിച്ചതാണ് 5ാമത്തെ അധ്യായത്തിൽ. 6ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഇവരെല്ലാവരും മുന്നിൽ പ്രത്യക്ഷപ്പെടും. ബ്രഹ്മാവ് വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ വീണ്ടും സ്തുതിക്കും. എഗെയിൻ വളരെ ലെങ്തി ആയിട്ടുള്ള സ്തുതിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ പറയും, ഇങ്ങനെ കാലം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അസുരന്മാർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. ഒരു കാര്യം ചെയ്യൂ, അവരുമായിട്ട് സന്ധി ചെയ്യും. എന്നിട്ട് അമൃത് കിട്ടാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ തുടങ്ങാൻ പറഞ്ഞു. അതിന് വേണ്ട ഡയറക്ഷൻസൊക്കെ കൊടുത്തു, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടിട്ട് ദേവന്മാർ തിരിച്ചു വരും. ആ സമയത്ത് അസുരന്മാരുടെ രാജാവ് മഹാബലിയാണ്. അപ്പോൾ മഹാബലിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവർ ദേവന്മാർ ക്ഷീണിച്ചിരിക്കുന്ന ഒരു ശാപം കിട്ടിയ സമയത്ത് ഇവർ എല്ലാ ഐശ്വര്യങ്ങളും നേടിയിരിക്കുന്ന സമയം. അപ്പോൾ അവരതിന് ആദ്യം താല്പര്യം കാണിക്കില്ല. പിന്നെ ഭഗവാൻ പരമശിവനൊക്കെ എല്ലാവരും കൂടി ഇടപെട്ട് അങ്ങനെ പറഞ്ഞ് ദേവന്മാരും അസുരന്മാരും സഖ്യം ചെയ്യും. അങ്ങനെ പോയി മന്ദരപർവ്വതം എടുത്തുകൊണ്ട് വരും. അതിനിടെ ആ ഭാരം താങ്ങാൻ പറ്റാതെ ഇവർ ഒക്കെ വീഴും. ഭഗവാൻ തന്നെ വന്ന് ഇവരെയൊക്കെ വീണ്ടും ജീവിപ്പിച്ച് ആ മന്ദരപർവ്വതം കൊണ്ടുപോയി പാലാഴിയിൽ കൊണ്ടിടുന്നതാണ് 6ാമത്തെ അധ്യായം. 7ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ഇത് തുടങ്ങുകയാണ്. പാലാഴി മദനം തുടങ്ങുകയാണ്. വാസുകിയെ കയറാക്കും. എന്നിട്ട് അതിലങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും. പിന്നെ അങ്ങനെ ഇത് പെട്ടെന്ന് മന്ദരപർവ്വതം താന്നു പോവും. അപ്പോൾ ആ സമയത്ത് കൂർമാവതാരം ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും ഗംഭീരമായി സമുദ്രമദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ശക്തി പോരാണ്. ഭഗവാൻ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് 1000 കൈകളോടുകൂടി അങ്ങനെ മദനം ചെയ്തു തുടങ്ങിയെന്നും അങ്ങനെ ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കാളകൂട വിഷം വന്നു. കാളകൂട വിഷം വന്നപ്പോൾ എല്ലാവരും ഭഗവാൻ പരമശിവനെ ആശ്രയിച്ചു, ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ അത് ആ കാളകൂട വിഷം കയ്യിലെടുത്ത് അങ്ങനെ പാനം ചെയ്തു. അങ്ങനെ നീലകണ്ഠനായി മാറി. ആ ഒരു നീല നിറം ഭഗവാൻ ഒരു ഭൂഷണമായി. യച്ഛകാര ഗളേ നീലം തച്ഛസാദോർ വിഭൂഷണം എന്നാണ്. അങ്ങനെ ഭഗവാന്റെ ഗളം, അതായത് കണ്ഠസ്ഥലം നീലമായി, നീല നിറമായി. ഈ പാർവതീദേവി പോയി കഴുത്തിൽ പിടിച്ചു. അതൊന്നും ഇവിടെ ഇല്ല. ഭഗവാനെ സംബന്ധിച്ചോളം ഈ ഒന്നുമല്ല. ആ നീലകണ്ഠം ഒരു വിഭൂഷണമായി മാറി എന്നല്ലാതെ വേറൊന്നും ഭഗവാനിൽ ഇതൊന്നും സ്പർശിക്കാൻ പോകണില്ല. ഭഗവാൻ പരമശിവനിൽ ഇതൊന്നും ഭാഗവതത്തിൽ ഇത്തരം അങ്ങനെയൊന്നും പറയുമൊന്നുമില്ല. അങ്ങനെ ആണ് 7ാമത്തെ അധ്യായം തീരുന്നത്. 8ാമത്തെ അധ്യായത്തിൽ വീണ്ടും അങ്ങനെ മദനം ചെയ്യുന്നു. പല നല്ല നല്ല കാര്യങ്ങൾ വരുന്നു. ഓരോരുത്തരൊക്കെ അങ്ങോട്ടൊക്കെ എടുക്കുന്നു. അവസാനം മഹാലക്ഷ്മി വരുന്നു. മഹാലക്ഷ്മിയുടെ പട്ടാഭിഷേകമാണ്. പിന്നെ മഹാലക്ഷ്മിയുടെ സ്വയംവരം എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ നോക്കി വന്ന് അവസാനം ഭഗവാനെ തന്നെ സ്വീകരിക്കുന്നു മഹാലക്ഷ്മി. അങ്ങനെ ഭഗവാന്റെ വക്ഷസ്സിൽ സ്ഥാനം കൊടുക്കുന്നു. പിന്നെയും സാധനങ്ങളുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ അവസാനം ധന്വന്തരമൂർത്തി ഉണ്ടാവുകയും കയ്യിൽ അമൃത കലശവുമായിട്ട് ധന്വന്തരമൂർത്തി വന്നു. ആ ധന്വന്തരമൂർത്തിയുടെ കയ്യിൽ നിന്ന്
അസുരന്മാർ ആ കലശം തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. അസുരന്മാരാണെങ്കിൽ വളരെ അതിശക്തന്മാരാണ് ആ സമയത്ത്. ദേവന്മാരെല്ലാവരും സങ്കടപ്പെട്ടിരിക്കും, എന്താ ചെയ്യാൻ. അങ്ങനെ ഭഗവാനെ തന്നെ ആശ്രയിക്കും. ഭഗവാൻ ആ സമയത്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മോഹിനി രൂപം എടുക്കും. മോഹിനി രൂപം കണ്ട് ഇവർ ഈ കലശം കിട്ടിയവയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാൻ തുടങ്ങി. ഞാൻ ആദ്യം എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലണ സമയത്ത് മോഹിനി അങ്ങോട്ട് കയറി ചെല്ലുന്നതാണ് 8ാമത്തെ അധ്യായം. മോഹിനിയെ കണ്ടതോടുകൂടി ഇവർ അമൃതൊക്കെ മറന്നു. അതൊക്കെ വലിയ വലിയ തത്വങ്ങളാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ അമൃതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഈ അമൃത് വിഭജിക്കാൻ വേണ്ടി മോഹിനിയുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തു. എന്നിട്ട് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായി ഭാഗിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് മോഹിനിയുടെ കൊടുത്തു. അപ്പോൾ മോഹിനി പറഞ്ഞു, ഞാനങ്ങനെ ഇങ്ങനത്തെ ഒരു സ്ത്രീയാണ്, എന്നെ വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അവർക്ക് വലിയ വിശ്വാസമായിട്ട് മോഹിനിയുടെ കയ്യിൽ തന്നെ ഇത് കൊടുത്തു. അപ്പോൾ എല്ലാവരും പോയി അങ്ങനെ എല്ലാവരും കുളിച്ചൊക്കെ വരാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അമൃതപാനം ചെയ്യാനായിട്ട് തയ്യാറായി. ഭഗവാൻ ദേവന്മാരെ വേറൊരു ഇതിലും ഇരുത്തി, അസുരന്മാരെ വേറൊരു ഇതിലും ഇരുത്തി. അങ്ങനെ ഈ അമൃതകലശം പിടിച്ചുകൊണ്ട് മുന്നിൽ നടന്ന് അവരെ മോഹിപ്പിക്കലല്ല, അസുരന്മാർക്ക് ഇത് കൊടുത്തേയില്ല. അതേസമയം ദേവന്മാർക്ക് അപ്പുറത്ത് ഭഗവാൻ ഇത് വിഭജിച്ച് കൊടുക്കുകയും ചെയ്തു. ഇതിലെന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് രാഹു എന്നുള്ള അസുരൻ പോയിട്ട് ദേവന്മാരുടെ വേഷം കെട്ടി ദേവന്മാരുടെ ഇടയിൽ പോയിരുന്നു, സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ഇടയിൽ പോയിരുന്നു എന്നൊക്കെയാണ് കഥ. അങ്ങനെ ഭഗവാനത് മനസ്സിലാക്കി അങ്ങനെ ചക്രം കൊണ്ട് രാഹുവിൻ്റെ കഴുത്തറുത്തു. അങ്ങനെ രാഹുവും കേതുവുമായി മാറി. ചന്ദ്രന്മാരാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവരോടുള്ള ദേഷ്യമാണ് ഇങ്ങനെ ഗ്രഹണങ്ങളൊക്കെ നടക്കണേന്നൊക്കെ സൂചിപ്പിച്ചു പോവാണ്. അങ്ങനെ അസുരന്മാർ സ്ത്രീ വിവാദ ജുഗുപ്സയ, സ്ത്രീ വിവാദത്തിൽ അങ്ങനെ പെട്ടങ്ങനെ ഇരുന്നു. ദേവന്മാരവിടെ അമൃത് കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവർ വളരെ ശക്തന്മാരെ ഇവർക്ക് കാര്യം കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അങ്ങനെ ഭഗവാൻ മറയുകയും ചെയ്തു എന്ന് 9ാമത്തെ അധ്യായത്തിൽ. 10ാമത്തെ അധ്യായത്തിൽ ഇതങ്ങോട്ട് അറിഞ്ഞ് തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് 10ഉം 11ഉം ഭയങ്കരമായ യുദ്ധവർണ്ണനയാണ്. 2 വലിയ അധ്യായങ്ങളാണ്, മുഴുവൻ യുദ്ധമാണ് പറയുന്നത്. എന്താണ് ഇപ്പം ഇത്ര യുദ്ധം ഇത്ര പറയാൻ ഒരു ചോദ്യമാണ്. 2 വലിയ അധ്യായങ്ങൾ ഗംഭീരമായി വളരെ ഡീറ്റെയിലായിട്ട് യുദ്ധം വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ 10ാമത്തെ അധ്യായത്തിലും 11ാമത്തെ അധ്യായത്തിലും ഭീകരമായ യുദ്ധം. 11ാമത്തെ അധ്യായത്തിൽ മഹാബലിയും ഇന്ദ്രനും കൂടി യുദ്ധം ചെയ്യുന്നതും മഹാബലിയെ ഇന്ദ്രൻ വധിക്കും അവിടെ വച്ചിട്ട്. പിന്നെ മറ്റുള്ള ഓരോ അസുരന്മാരൊക്കെ പറയുന്നുണ്ട്, അവരൊക്കെ ഗംഭീരമായ യുദ്ധം. അവസാനം ശ്രീനാരദ മഹർഷിയൊക്കെ വന്ന് പറഞ്ഞ് മതി, ഇവരെ നാശം സർവനാശമായി, ഇനി നശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് നിർത്തി. അവരെല്ലാവരും ബാക്കിയുള്ള അസുരന്മാരൊക്കെ തിരിച്ചു പോണു. ദേവന്മാർ അമൃതവുമായിട്ട് അവരവരുടെ സ്ഥാനവും തിരിച്ചതാക്കി. ഈ ശുക്രമഹർഷിക്ക് ഒരു സഞ്ജീവിനി വിദ്യ ഉണ്ട്. അങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ഒരു വിദ്യ ഉണ്ട് ശുക്രമഹർഷിയുടെ. അങ്ങനെ ആ ശുക്രമഹർഷി ആ സഞ്ജീവിനി വിദ്യ ഉപയോഗിച്ചിട്ട് മഹാബലിയും ജീവിപ്പിച്ചു എന്നും പറഞ്ഞിട്ടാണ് 11ാമത്തെ അധ്യായം തീരുന്നത്. 12ൽ ഭഗവാൻ ഇങ്ങനെ മോഹിനി രൂപം എടുത്തു എന്ന് കാണുമ്പോൾ ഭഗവാൻ ശിവൻ ഒന്ന് കാണണമെന്ന് വെച്ച് പാർവതീദേവിയുമായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് വൈകുണ്ഠത്തിൽ. ഭഗവാനെ സ്തുതിച്ചു. ഇങ്ങനെ പല അവതാരങ്ങൾ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇതും കൂടി കാണണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ചിരിച്ചു അവിടുന്ന് മറഞ്ഞു. അങ്ങനെ മോഹിനിയായി വരുന്നു. മോഹിനിയുടെ രൂപത്തിൽ ഭഗവാൻ ശിവൻ മായയിൽ പെടുന്നു. അങ്ങനെ ആ മോഹിനി രൂപത്തിൽ മോഹിക്കപ്പെട്ട് ഭഗവാൻ ശിവൻ പിന്നാലെ പോകുന്നു. കുറച്ച് കഴിഞ്ഞ് അവസാനം മായ മാറിയപ്പോൾ തിരിച്ച് ഭഗവാന്റെ മുന്നിൽ വരുന്നു. ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടി അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി കാലസ്വരൂപിയായിരിക്കുന്ന മായ അങ്ങേ സ്പർശിക്കില്ല എന്ന് അനുഗ്രഹിക്കുകയും ചെയ്ത് അങ്ങനെ തിരിച്ചു വരുന്നു. ഭഗവാന്റെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ തിരിച്ചു വരുന്നതാണ് 12ാമത്തെ അധ്യായം കഴിയണത്. 13ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ മന്വന്തരം പറയണം. 7ാമത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രാദ്ധദേവനാണ് മനുവായത്. വിവസ്വാൻ്റെ പുത്രനായ വൈവസ്വതൻ എന്ന് പേരുള്ള ശ്രാദ്ധദേവനാണ് ഇപ്പോൾ മനുവായിരിക്കുന്ന 7ാമത്തെ മന്വന്തരം. ഇപ്പോഴത്തെ സപ്തർഷിമാരും ഇന്ദ്രൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത്
ഭഗവാൻ വാമനനായി അവതരിച്ചുവെന്നും മഹാബലിയെ സുതലത്തിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും പറഞ്ഞു. പിന്നെ അടുത്ത ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭാവിയിലെ പറയാൻ പോകുന്നത് 8ാമത്തെ മന്വന്തരത്തിൽ ഈ മഹാബലി ഇന്ദ്രനാവുമെന്നും അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ബാക്കി 9, 10 മുതൽ 14ാമത്തെ മന്വന്തര ഭാവിയിലെ കഥകളും പറഞ്ഞ് തീരാണ് 13ാമത്തെ അധ്യായം. 14ാമത്തെ അധ്യായത്തിൽ ഓരോ മന്വന്തരത്തിൻ്റെയും പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ആരാണ്, ഋഷിമാരുടെ ധർമ്മം എന്താണ്, ദേവന്മാരെന്താ ചെയ്യണത്, ഇന്ദ്രൻ എന്താ ചെയ്യണത്, യോഗികൾ എങ്ങനെയാണ്, ഭഗവാന്റെ അവതാരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ചെറിയൊരു അധ്യായത്തിൽ എല്ലാ ആ ഒരു പോയിൻറ്റ്സ് ടച്ച് ചെയ്തുകൊണ്ട് ആ ഒരു സ്ട്രക്ചർ പറഞ്ഞു കൊടുത്ത് ആർക്കൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കൊടുത്ത് ആണ് 14ാമത്തെ അധ്യായം തീരുന്നത്. 15ാമത്തെ അധ്യായത്തിൽ അപ്പോൾ പരീക്ഷിത്ത് വീണ്ടും ചോദിക്കുകയാണ്, ഈ മഹാബലി അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനാണെന്ന് പറയുന്നു. ഇപ്പോൾ സുതലത്തിലാണ്, ഒരിക്കൽ ഇന്ദ്രൻ വധിച്ചു എന്ന് പറഞ്ഞു, വീണ്ടും ജീവിച്ചു. ഇപ്പോൾ എന്താണ് മഹാബലിയുടെ ചരിത്രം ഒന്ന് പറഞ്ഞു തരണം എന്ന് ചോദിക്കുകയാണ്. അതിവിശിഷ്ടമായ മഹാബലിയുടെ ചരിത്രം പറയാൻ പോകുന്നത് ഇനിയൊരു 9 അധ്യായങ്ങളിൽ 15 മുതൽ 23 വരെ. അതിൽ തുടക്കത്തിൽ ഈ ഗംഭീരമായ ഇൻട്രൊഡക്ഷനാണ്. അതാ വാക്കുകൾ സ്പർശിച്ചു പോയാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. ഇതിലെല്ലാം തോറ്റ് ഓടിയ മഹാബലി സ്വർഗലോകത്തിന് വേണ്ടി, അതായത് തൻ്റെ വിജയത്തിന് വേണ്ടി ഇതല്ല മാർഗം എന്ന് മനസ്സിലായി. അങ്ങനെ ധർമ്മത്തിനെ ആശ്രയിച്ചുകൊണ്ട്, അതായത് ഋഷിമാരെ ആശ്രയിച്ചുകൊണ്ട് ശുക്രമഹർഷിയെ, തൻ്റെ ഗുരുവായ ശുക്രമഹർഷിയെ ആശ്രയിച്ചിട്ട് ധർമ്മത്തിനനുസൃതമായി തൻ്റെ ആഗ്രഹം സമർപ്പിക്കുകയാണ്. അങ്ങനെ ധർമ്മപാദത്തിലേക്ക് വന്ന മഹാബലിയെ ശുക്രമഹർഷി ഒരു യാഗം ചെയ്യിപ്പിക്കുകയാണ്. വിശ്വജിത്ത് എന്ന് പറഞ്ഞ യാഗം ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അത് ചെയ്ത് ആ യാഗത്തിൻ്റെ ശക്തി കൊണ്ട് പ്രഹ്ലാദൻ, തൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് പ്രഹ്ലാദൻ, പിതാമഹൻ ആയ പ്രഹ്ലാദനെയും നമസ്കരിച്ച് അങ്ങനെ സ്വർഗലോകത്തിലേക്ക് വരികയാണ് മഹാബലി വന്നപ്പോൾ യുദ്ധമൊന്നും ഉണ്ടായില്ല. മഹാബലിയുടെ ആ തേജസ്സിൽ തന്നെ ദേവന്മാർക്ക് സ്വർഗലോകത്ത് നിൽക്കാൻ പറ്റാതെ അവിടുന്ന് പോകേണ്ടി വന്നു. അവർ നേരെ അവരുടെ ഗുരുവായ ബൃഹസ്പതിയെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, സങ്കടം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവർ അസുരന്മാർക്ക് അങ്ങനെ വളരെ അനുകൂലമായ കാലമാണ്, നിങ്ങൾ കാത്തിരിക്കൂ, ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ടാണ്, ഋഷിമാരുടെ അനുഗ്രഹം കൊണ്ടാണ് അവർ വരണത്, അവരായിട്ട് ഏറ്റുമുട്ടാത്ര എളുപ്പമല്ല, നിങ്ങൾ കാത്തിരിക്കൂ അവസരത്തിന് വേണ്ടി. തേഷാം ഏവാപമാനേന സാ അനുബന്ധോ വിനക്ഷ്യതി എന്നാണ് പറയുന്നത്. അവരുമായിട്ടുള്ള ആ ഒരു ഋഷിമാരുമായിട്ടുള്ള സംഘത്തിൽ ഈ അസുരഭാവം എപ്പോഴെങ്കിലും വന്ന് അവരെ അപമാനിക്കാൻ ഇടവരും, അതിനുവേണ്ടി കാത്തിരിക്കൂ, ആ സമയത്ത് അവരുടെ ശാപം കൊണ്ട് നശിക്കും, കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് ദേവന്മാരവിടുന്ന് അപ്രത്യക്ഷമാവാണ്. മഹാബലി ഈ ത്രൈലോക്യം മുഴുവൻ കീഴടക്കി. എല്ലാ ഐശ്വര്യങ്ങളും കീഴടക്കി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത്, അങ്ങനെ കീഴടക്കി വന്ന ആ ശിഷ്യനോടുള്ള വാത്സല്യം നിമിത്തം ശുക്രാചാര്യർ അടുത്ത് ചെയ്യണത് ആ ഐശ്വര്യത്തിൽ അങ്ങനെ മോഹിച്ച് ജീവിക്കാനല്ല, ഉടൻ തന്നെ ആ ശിഷ്യനോടുള്ള വാത്സല്യം നിമിത്തം ശിഷ്യനെ കൊണ്ട് 100 അശ്വമേധയാഗം ചെയ്യിപ്പിച്ചു. ഇതെല്ലാവർക്കും നമുക്കുള്ളൊരിതാണ്. ഐശ്വര്യം കിട്ടിയാൽ ഉടനെ അത് നശിക്കാതിരിക്കാൻ വേണ്ടി ഭഗവാനെ യജിക്കണം. സാധാരണ അസുരന്മാരങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഉടനെ അങ്ങനെ 100 അശ്വമേധയാഗം കൊണ്ട് ഭഗവാനെ യജിച്ചു. അങ്ങനെ മഹാബലിയുടെ കീർത്തി ലോകം മുഴുവൻ പരന്നു. വളരെ ധർമ്മിഷ്ഠനായ ഇതായി ത്രൈലോക്യം മുഴുവൻ അങ്ങനെ മഹാബലിയുടെ കീഴിൽ വന്നു. മഹാബലിക്കാണെങ്കിൽ വളരെ തൃപ്തിയും ആ ധർമ്മത്തിന് അനുസൃതമായി ചെയ്തതുകൊണ്ട് മനസ്സിന് വളരെ സത്വഗുണവും തൃപ്തിയും വന്നു എന്നും പറയുന്നുണ്ട്. അവിടെയാണ് 15 അവസാനിക്കുന്നത്. 16 ഈ ദേവന്മാരുടെ സ്ഥിതി കണ്ട് ദേവന്മാരുടെ അമ്മയായ അതിഥി ദേവിക്ക് സങ്കടം വരും. അങ്ങനെ വളരെ സങ്കടത്തിലൊക്കെ ഇരിക്കണുണ്ട്. ഭർത്താവായ കശ്യപ മഹർഷി ചോദിക്കും, എന്താണ് കാര്യം ചോദിക്കും. ഇങ്ങനെയാണ് പറയുമ്പോൾ കശ്യപ മഹർഷി സങ്കടം തോന്നും.
ഇത്രയേ ഉള്ളൂ, മായയുടെ ബലമറിയാതെയാണല്ലോ എൻ്റെ പുത്രൻ എന്നൊക്കെ വിചാരിച്ചിരിക്കണം. എന്തായാലും ഒരു കാര്യം ചെയ്യൂ, ഒരു വ്രതം പറഞ്ഞു തരാം. അങ്ങനെ പയോവ്രതം എന്നുള്ള വ്രതം പറഞ്ഞു കൊടുക്കുകയാണ്. മുഴുവൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. 16-ാമത്തെ അധ്യായത്തിൽ. അടുത്ത അധ്യായത്തിൽ അതിഥി ദേവി പറഞ്ഞ പോലെ ഭഗവാനെ ആരാധിക്കുന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്തുതിക്കും. അപ്പോൾ ഭഗവാൻ പറയും, എനിക്ക് മനസ്സിലായി, ആഗ്രഹം എന്താണെന്ന് മനസ്സിലായി, ഇപ്പോൾ കാലം അവർക്ക് അനുകൂലമാണ്, ദേവി കാത്തിരിക്കൂ, ഞാൻ സമയമാവുമ്പോൾ ദേവിയുടെ പുത്രനായിട്ട് ജനിക്കും, അങ്ങനെ ഇവരെല്ലാം ഉദ്ധരിച്ചു കൊണ്ടുവരും, ഇതൊരു സീക്രട്ടാക്കി വെക്കണം, ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അപ്രത്യക്ഷവും. അങ്ങനെ അതിഥി ദേവി കശ്യപ മഹർഷിയോട് ഇതെല്ലാം പറയും. അങ്ങനെ സമയമാവുമ്പോൾ ഭഗവാൻ അതിഥി ദേവിയുടെ ഗർഭത്തിൽ പ്രവേശിക്കും. ദേവന്മാരെല്ലാവരും സ്തുതിക്കുന്നതാണ് 17-ാമത്തെ അധ്യായത്തിൽ. 18 ഭഗവാൻ അങ്ങനെ സർവ്വ ഐശ്വര്യത്തോടു കൂടി ആ പുരുഷ സ്വരൂപത്തോടു കൂടിയാണ് ജനിക്കണത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി, ദേവന്മാരെ എല്ലാവരും അങ്ങനെ ചുറ്റും വരും, ഭഗവാന്റെ ആ ദിവ്യരൂപം കാണും. ഭഗവാൻ അങ്ങനെ വാമന അവതാരം എടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വാമനൻ ഭഗവാന്റെ ദിവ്യ സ്വരൂപം മാറി ഒരു സാധാരണ കുട്ടിയെ മാറി. ഉടനെ ദേവന്മാരെല്ലാവരും വന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, ഉപനയനവും ഇതെല്ലാം തീർത്തു കൊടുക്കുന്നു. അങ്ങനെ അവിടുന്ന് ഛത്രം സദണ്ഡം സജലം കമണ്ഡലും, അങ്ങനെ ഛത്രവും ദണ്ഡും അങ്ങനെ കമണ്ഡലും ഒക്കെ ആയിട്ട് ഭഗവാൻ അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ 100-ാമത്തെ അശ്വമേധയാഗം നടക്കണ മഹാബലിയുടെ അടുത്തേക്ക് വരുന്നതാണ്. അങ്ങനെ മഹാബലി തേജസ്വിയായ ഒരു ബ്രാഹ്മണൻ വരുന്നതുകൊണ്ട് വേഗം പൂജിച്ചിരുത്തി ഉടൻ തന്നെ വാഗ്ദാനം ചെയ്യും, എന്താണ് വേണ്ടത്, അങ്ങേക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറയുന്നതാണ് 18-ാമത്തെ അധ്യായം. 19 ഭഗവാൻ ഈ ചോദ്യത്തിനെയൊക്കെ പ്രശംസിച്ചു, മഹാബലിയുടെ കുലത്തിനെയൊക്കെ പ്രശംസിച്ചു, ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്, ഹിരണ്യകശിപു ഒരിക്കൽ വൈകുണ്ഠത്തിലേക്ക് മഹാവിഷ്ണുവിനെ അന്വേഷിച്ച് പോയ കഥയൊക്കെ ഭഗവാൻ അവിടെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാബലിയോട്. അപ്പോൾ മഹാവിഷ്ണു മറഞ്ഞു ഉത്തര, എന്നിട്ട് ഒരിക്കലും ഹിരണ്യകശിപുവിന് കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇരിക്കാൻ വേണ്ടി അങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലേക്ക് മറഞ്ഞു. അത്രയും ശക്തനായിരുന്നു ഹിരണ്യകശിപു എന്നൊക്കെ പ്രശംസിച്ച് ഭഗവാൻ പറയും, എന്തായാലും എനിക്ക് ഈ എൻ്റെ കാലുകൊണ്ട് അളക്കുന്ന 3 അടി മണ്ണ് മതി എന്ന് പറയും. അപ്പോൾ അത് കേട്ടിട്ട് മഹാബലി വളരെ കളിയാക്കി പറയും, ലോകാനാം ഏകം ഈശ്വരം, ഞാനാണ് ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരൻ, എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഇത്ര ചെറിയ കാര്യങ്ങൾ ചോദിക്കരുതെന്ന് പറയും. അപ്പോൾ അതിന് ഭഗവാൻ മറുപടി പറയും, ഇതുകൊണ്ട് തൃപ്തി വരാത്തവർ ഈ ത്രൈലോക്യം മുഴുവൻ കിട്ടിയാലും തൃപ്തി വരില്ല, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അതുകൊണ്ട് എനിക്കിത് മതി എന്ന് പറയും. ഇത്രയും പറഞ്ഞ് അങ്ങനെ ദാനം ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ശുക്രമഹർഷി വന്ന് മഹാബലിയെ തടയും. അവിടെ വെച്ചിട്ട് ശുക്രമഹർഷി പറയും, ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്, നിന്നെ നരകത്തിലേക്ക് തള്ളിയിടും, നിനക്ക് പറഞ്ഞ ഈ വാക്കിന്ന് രക്ഷപ്പെടാൻ ചില ശാസ്ത്രത്തിൽ തന്നെ ചില വഴികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു കൊടുക്കും. അതാണ് 19-ാമത്തെ അധ്യായത്തിൽ. അടുത്ത അധ്യായത്തിൽ മഹാബലി അത് വേണ്ടാന്ന് വയ്ക്കും, അത് ഗുരുവിന് വാക്ക് തട്ടിക്കളയും. ഇത് മഹാവിഷ്ണു ആണെങ്കിൽ ഞാൻ ഈ ചെയ്തത് മുഴുവൻ ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയല്ലേ, അങ്ങും തപസ് ചെയ്യുന്നത് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയല്ലേ, അപ്പോൾ ആ മഹാവിഷ്ണു എന്നെ എൻ്റെ ദാസനായിരിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ് ആ വാക്ക് തട്ടിക്കളയും. ശുക്രമഹർഷി ശപിക്കുകയും ചെയ്യും മഹാബലിയെ, എല്ലാ ഐശ്വര്യങ്ങളും നശിക്കട്ടെ എന്ന് ശപിക്കും. അതൊന്നും മഹാബലിക്കൊരു പ്രശ്നമില്ല. മഹാബലി ഉടനെ ദാനം ചെയ്യാൻ വേണ്ടി വെള്ളവും ഇതൊക്കെ എടുത്ത് അങ്ങനെ ദാനം ചെയ്യും. അത് കഴിഞ്ഞ വഴിക്ക് ഭഗവാന്റെ രൂപം അങ്ങോട്ട് വളരാൻ തുടങ്ങി, ത്രൈലോക്യം മുഴുവൻ നിറയാൻ തുടങ്ങി. അങ്ങനെ ഭഗവാന്റെ വിരാട് സ്വരൂപം വരുന്നു. ഒരടി കൊണ്ട് ഭൂമിയും അതിന് താഴേക്കുള്ളതെല്ലാം അളന്നു. ശരീരം കൊണ്ട് ദിക്കുകളും അന്തരീക്ഷ ലോകവും എല്ലാം അളന്നു എന്നാണ്. അങ്ങനെ 2ാമത്തെ ആ അടി മുകളിൽ വെച്ചോടുകൂടി മുകളിലത്തെ ലോകങ്ങളെല്ലാം അളന്നു കഴിഞ്ഞു. അങ്ങനെ 2 അടി കൊണ്ട് ഈ ത്രൈലോക്യത്തിൽ ഇനി ഒരണു പോലും ബാക്കിയില്ല എന്നുള്ള സ്ഥിതി വന്നു എന്ന് പറഞ്ഞ് 20-ാമത്തെ അധ്യായം തീരുന്നു. 21-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ഭഗവാന്റെ ആ കാൽപാദം അങ്ങനെ സത്യലോകത്തിലെത്തി. ബ്രഹ്മാവ്
കമണ്ഡലൂൽ കൊണ്ട് ഭഗവാന്റെ പാദത്തിന് അങ്ങനെ പൂജിക്കുകയാണ്. ആ ജലമാണിത്ര പിന്നീട് ഗംഗാദേവിയായി താഴേക്ക് വന്നത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഭഗവാനെ പ്രശംസിച്ച് സ്തുതിച്ച് അങ്ങനെ വരുന്നു. ജാമ്പവാൻ എല്ലാവരും ഭഗവാനെ സ്തുതിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അസുരന്മാർ വീണ്ടും നമ്മളെ മഹാവിഷ്ണു പറ്റിച്ചു എന്ന് മനസ്സിലായി. അവർ യുദ്ധത്തിന് വരും. അവരെല്ലാം മഹാബലി തടയും. അവരെല്ലാം പറഞ്ഞയക്കും അവിടുന്ന്. അത് കഴിഞ്ഞ് മഹാബലിയെ ഭഗവാൻ ഗരുഡൻ വരുണപാശങ്ങൾ കൊണ്ട് മഹാബലിയെ കെട്ടിയിടും. എന്നിട്ട് ഒരു ചീത്ത പറയുന്നുണ്ട് മഹാബലിയിൽ. അങ്ങ് എന്തൊക്കെ ആയിരുന്നു വാക്ക്, അങ്ങയുടെ അതായത് ബ്രാഹ്മണരെ അങ്ങനെ ഇതാക്കും ഇങ്ങനെയാക്കും പറഞ്ഞ വാക്കൊക്കെ എവിടെ പോയി, അങ്ങ് നരകം അർഹിക്കുന്നു, അങ്ങ് നരകത്തിൽ പോയി ഇരിക്കേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭഗവാൻ കുറേ ചീത്ത പറയുന്നുണ്ട് മഹാബലിന്. അവിടെയാണ് 21-ാമത്തെ അധ്യായം. 22-ാമത്തെ അധ്യായത്തിൽ ഇത് കേട്ടിട്ടൊന്നും മഹാബലിക്ക് യാതൊരു ഇളക്കുമില്ല. മഹാബലി പറഞ്ഞു, അങ്ങ് എൻ്റെ വാക്ക് സത്യമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 3-ാമത്തെ അടിയായിട്ട് എന്നെ തന്നെ അളന്നെടുക്കണം. അപ്പോൾ അതിൽ എന്തോ ഒരു ശാസ്ത്രത്തിൽ അതിൻ്റെ പിന്നിലൊരു കണക്കൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഗുരുനാഥൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് മറ്റെല്ലാം മഹാബലിയുടെ സ്വന്തം സാധനങ്ങളാണ്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്ന ആൾ ഈ സാധനങ്ങളെക്കാൾ വില പിടിച്ചതാണത്രേ. അപ്പോൾ എന്തുകൊണ്ടും ഒരടി മഹാബലിക്ക് അർഹതയുണ്ട് എന്നുള്ള പോലെ തന്നെ തന്നെ അളന്നെടുക്കണം എന്ന് പറഞ്ഞ് ഭഗവാനെ ആശ്രയിക്കുന്നതാണ് ആ അധ്യായം തുടങ്ങുമ്പോൾ. അത് കഴിഞ്ഞപ്പോഴേക്കും അത് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴേക്കും പ്രഹ്ലാദൻ അവിടെ വരും, ഭഗവാനെ സ്തുതിക്കും. വിന്ധ്യാവലി അതായത് മഹാബലിയുടെ പത്നി ഭഗവാനെ സ്തുതിക്കും. ബ്രഹ്മാവ് സ്തുതിക്കും. ബ്രഹ്മാവ് പറഞ്ഞു, ഒരു ചെറിയ ഒരു തുള്ളി വെള്ളം പോലും ഭഗവാന് സമർപ്പിച്ചാൽ ശ്രേയസ് നൽകുന്ന ഭഗവാൻ ഈ ത്രൈലോക്യം മുഴുവൻ കർമ്മത്താൽ ആർജിച്ച ത്രൈലോക്യം മുഴുവൻ കൊടുത്ത ആളെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നതിൽ ശരിയല്ലല്ലോ എന്നുള്ളതൊക്കെ സൂചിപ്പിക്കും. ബ്രഹ്മാവിന് വരെ ഒരു പിടുത്തം കിട്ടിയില്ല എന്നാണ് എന്താണ് ഈ സംഭവിക്കണമെന്നുള്ളത്. അപ്പോൾ ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു. ആദ്യം ഒരു കുറച്ച് ബ്രഹ്മാവിനോടാണ് മറുപടി പറയുന്നത്. തൻ്റെ ഭക്തന്മാരെ എങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയും. അതിനുശേഷം ബാക്കി മഹാബലിയോടാണ് പറയുന്നത്. മഹാബലിയോട് പറയുന്നുണ്ട്, അങ്ങ് സുതലത്തിലിരുന്നാലും സുതലത്തിൽ ഞാൻ അങ്ങയെ രക്ഷിച്ചുകൊണ്ടിരിക്കും. ഇനിയുള്ള കാലം മുഴുവൻ എന്നെ അങ്ങ് എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കും. അങ്ങ് സുതലത്തിലിരിക്കൂ. സുതലം സ്വർഗിപി പ്രാർത്ഥ്യം എന്നാണ്. സ്വർഗത്തിലുള്ളവർ കൂടി ചോദിക്കുന്ന അത്രയും വിശിഷ്ടമായ സ്ഥലമാണ്. അവിടെ അങ്ങയെ ഞാൻ രക്ഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ദർശനം കിട്ടിയ ആ സത്സംഗത്തിൽ നിന്ന് അങ്ങയുടെ അസുരഭാവം മുഴുവൻ പോകും എന്ന് മാത്രം പറയുന്നത്. ബ്രഹ്മാവിനോട് പറയുന്നതിൽ അവിടെ ഭഗവാൻ ബ്രഹ്മാവിനോട് സൂചിപ്പിക്കുന്ന അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനായിരിക്കുമെന്ന്. അങ്ങനെ മഹാബലിയെ അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയുന്നതാണ് 22-ാമത്തെ അധ്യായത്തിൽ. 23-ാമത്തെ അധ്യായത്തിൽ മഹാബലിയൊക്കെ സ്തുതിച്ച് അപ്പോൾ പ്രഹ്ലാദൻ വീണ്ടും സ്തുതിക്കേണ്ട. പ്രഹ്ലാദനോടും വളരെ സന്തോഷമായിട്ട് ഭഗവാൻ പറയേണ്ട അങ്ങോട്ട് പൊക്കോളൂ, പൗത്രനോടുകൂടി അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും അങ്ങോട്ട് പോവും. ശുക്രമഹർഷിയെ വിളിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ കർമ്മഭംഗം വന്നതിനൊക്കെ ഒരു പരിഹാരം ചെയ്ത് തീർക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശുക്രമഹർഷി പറയുന്നുണ്ട്, അങ്ങ് അനുഗ്രഹിച്ച ഒരു കർമ്മത്തിൽ ഇനി എന്ത് കർമ്മഭംഗം വരാൻ എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട്. കുതസ്തത് കർമ്മവൈഷമ്യം യസ്യ കർമ്മേശ്വരോ ഭവാൻ യജ്ഞേശോ യജ്ഞപുരുഷ സർവഭാവേന പൂജിത മന്ത്രതസ്തന്ത്രതശ്ചിദ്രം ദേശകാലാർഹവസ്തുത സർവം കരോതി നിശ്ചിദ്രം നാമസങ്കീർത്തനം തവ എന്ന് ശുക്രമഹർഷി പറയുന്നുണ്ട്. അങ്ങേ സർവഭാവേന പൂജിച്ചിരിക്കുന്ന ഈ കർമ്മത്തിന് ഇനി എന്ത് കർമ്മവൈഷമ്യം വരാൻ? അങ്ങയുടെ വെറും നാമസങ്കീർത്തനം തന്നെ സർവം കരോതി നിശ്ചിദ്രം എന്നാണ്, വൈഷമ്യങ്ങളെ നശിപ്പിക്കുന്നതാണ്. എന്നാലും അങ്ങ് പറഞ്ഞത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പറയുന്നത് അനുസരിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ ശ്രേയസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രകൃതിയാൽ അവിടെ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ അവസാനം മഹാബലി ഇവിടേക്ക് പോകുന്നു. തിരിച്ച് ഇന്ദ്രനും രാജാവായി വീണ്ടും പഴയ പോലെ ദേവലോകത്തിൽ തിരിച്ചു വന്നു. എല്ലാവരെയും തിരിച്ച് പഴയ പോലെ ആക്കി. അങ്ങനെ
എല്ലാവരും അതിഥി ദേവിയെ പ്രശംസിച്ചു. ഈ ഒരു ഇതിൽ പിന്നെ എല്ലാ വ്രതങ്ങളുടെയും മന്ത്രങ്ങളുടെയും ഒക്കെ അധിപതിയായി വാമനമൂർത്തിയെ സങ്കല്പിച്ചു. അവസാനം ഈ ഒരു ചരിത്രത്തിൻ്റെ മാഹാത്മ്യം പറയുന്നൊരു സ്ഥലമുണ്ട്. എത്രയെത്ര അനുകീർത്തിയേത ക്രിയമാണേ കർമ്മണീതം ദൈവേ പിത്രേ അധമാനുഷേ. എത്രയെത്ര അനുകീർത്തിയേത തൽ തേഷാം സുകൃതം വിദു എന്നാണ് പറയുന്നത്. ദേവന്മാരെയോ പിതൃക്കളെയോ മനുഷ്യരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഏത് കർമ്മമായാലും ഈ ചരിത്രം കീർത്തിക്കപ്പെട്ടാൽ ആ കർമ്മം സുകൃതമായി തീരുന്നു, വേണ്ട വിധത്തിൽ ചെയ്യപ്പെട്ടതായി തീരുന്നു. അതായത് അതിലെ എല്ലാ മാലിന്യങ്ങളും ദോഷങ്ങളെല്ലാം നീങ്ങും, വേണ്ട രീതിയിൽ സുകൃതം ആയി തീരും. എല്ലാം പിതൃകർമ്മമായാലും ദേവകർമ്മമായാലും മനുഷ്യകർമ്മമായാലും ആത്യന്തികമായ ഫലം ഇതാണ് കിട്ടേണ്ടത് എന്ന രീതിയിൽ ഈ ചരിത്രം അവിടെ കീർത്തിക്കപ്പെടുകയാണെങ്കിൽ സർവമായ അതിൻ്റെ ഡ്രോബാക്സ് വിഷമങ്ങളും എല്ലാം തീർന്നതായി ഭവിക്കും എന്നുള്ള ഒരു വിശിഷ്ടമായൊരു ശ്ലോകം പറഞ്ഞിട്ടാണ് 23-ാമത്തെ അധ്യായം തീരുന്നത്. 24 മത്സ്യാവതാരം ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ മനുവായിരിക്കുന്ന ശ്രാദ്ധദേവൻ ആണ്. അപ്പോൾ ആ ശ്രാദ്ധദേവൻ്റെ ചരിത്രമാണ് ശരിക്കും കഴിഞ്ഞ കൽപ്പത്തിൽ, അതായത് കഴിഞ്ഞ പകലിൽ, ബ്രഹ്മാവിൻ്റെ പകലിൽ ഈ ശ്രാദ്ധദേവൻ സത്യവ്രതൻ എന്നൊരു രാജർഷിയായിരുന്നു. അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അങ്ങനെ തർപ്പണം ചെയ്യാൻ വെള്ളമെടുത്തപ്പോൾ അതിലൊരു ചെറിയ മത്സ്യക്കുട്ടിയെ കണ്ടു. മത്സ്യക്കുട്ടീനെ അവിടെ വിടാൻ നോക്കിയപ്പോൾ പറഞ്ഞു എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അങ്ങനെ കമണ്ടിലുകൾ കൊണ്ടുപോയി ഉടൻ തന്നെ വളരാൻ തുടങ്ങി. അവിടെ സ്ഥലമില്ലാതെ അപ്പുറത്തൊരു കുളത്തിലേക്ക് മാറ്റി, അവിടെ നിന്ന് സ്ഥലമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു വരേണ്ട. അവസാനം സമുദ്രത്തിൽ തന്നെ കൊണ്ടിടും. അവിടെയും പേടിയാണെന്ന് പറയുമ്പോൾ മനസ്സിലായി തന്നെ പരീക്ഷിക്കുകയെന്ന്. അപ്പോൾ ആരാന്ന് ചോദിക്കും. അങ്ങനെ ഭഗവാനാന്ന് മനസ്സിലാക്കി ഭഗവാനെ സ്തുതിക്കും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ ത്രൈലോക്യം മുഴുവൻ ഇങ്ങനെ നൈമിത്തിക പ്രളയം വരാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വരണ സമയത്ത് എന്നെ സ്മരിച്ചാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ ഡയറക്ഷൻസ് കൊടുക്കും. അങ്ങനെ പ്രളയം വരും. അങ്ങനെ ഭഗവാനെ സ്മരിക്കും. ആ സമയത്ത് ഒരു തോണി വരും. അതിൽ സപ്തർഷിമാരും ഈ രാജാവും എല്ലാവരും കൂടി കയറും. അങ്ങനെ ഭഗവാനെ സ്മരിക്കുമ്പോൾ ഭഗവാൻ ഒരു മത്സ്യരൂപിയായിട്ട് ഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെടും. ഭഗവാന്റെ അതിൽ അങ്ങനെ കയറ് ചുറ്റി അങ്ങനെ പ്രളയം കഴിയുന്നവരെ അവർ ആ തോണിയിൽ അങ്ങനെ സഞ്ചരിച്ചു എന്നാണ്. അപ്പോൾ ഭഗവാനെ അവിടെ വെച്ച് സ്തുതിക്കേണ്ട. ഭഗവാൻ അവിടെ വെച്ചിട്ട് ഭഗവാന്റെ മാഹാത്മ്യം ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് മത്സ്യപുരാണമായി മാറിയത് എന്ന് പറയുന്നുണ്ട്. അവസാനം ഒരു ഹയഗ്രീവൻ എന്നൊരു അസുരൻ ഈ സമയത്ത് ബ്രഹ്മാവിൻ്റെ അടുത്തുനിന്ന് ഈ വേദങ്ങൾ ഹരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞ് അങ്ങനെ ബ്രഹ്മാവ് ഉണർന്നു വരുന്ന സമയത്ത് ഹയഗ്രീവനെ വധിച്ച് ബ്രഹ്മാവിന് തിരിച്ച് വേദങ്ങളൊക്കെ കൊടുത്ത് ഭഗവാൻ അപ്രത്യക്ഷമായി. ഈ രാജാവ് സത്യവ്രതൻ എന്ന രാജാവാണ് അടുത്ത ദിവസം തുടങ്ങിയപ്പോൾ, കൽപ്പം തുടങ്ങിയപ്പോൾ വൈവസ്വത മനുവായിട്ട്, ശ്രാദ്ധദേവൻ എന്ന പേരിൽ വിവസ്വാൻ്റെ പുത്രനായ വൈവസ്വത മനുവായിട്ട് ജനിച്ചത് എന്നും പറഞ്ഞ് 24-ാമത്തെ അധ്യായം തീരുന്നു. അവിടെ വച്ചിട്ടാണ് മന്വന്തര കഥ എന്നുള്ള ലക്ഷണത്തോടു കൂടി അഷ്ടമസ്കന്ധം തീരണം.